ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡേറ്റ ടൈപ്സ് ആണ്. ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ആ വാല്യൂ അല്ലെങ്കിൽ ആ ഒരു ഡേറ്റ ഏത് ടൈപ്പാണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ആദ്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇൻറ്റ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പാണ്. അപ്പോൾ ഇൻറ്റിജർ ഡേറ്റ ടൈപ്പിൽ നമുക്ക് ഇൻറ്റിജർ വാല്യൂസാണ് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് either 2 bytes or 4 bytes. അപ്പോൾ നമ്മളത് വർക്ക് ചെയ്യുന്ന മെഷീന് ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. അപ്പോൾ അത് ചില യൂഷ്വലി നമ്മൾ കണ്ടുവരുന്നത് 2 bytes ആണ് അത് യൂസ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ ഒരു സിൻടാക്സ് അല്ലെങ്കിൽ ആ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇൻറ്റ് ദെൻ വേരിയബിൾ നെയിം. അപ്പോൾ ആ ഒരു ഇൻറ്റ് നമ്മൾ ആ ഒരു കീവേഡാണ്. ഇപ്പോൾ ഇൻറ്റ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ഫോർമാറ്റും എ എന്ന് പറയുന്നതും ഒരു വേരിയബിളുമാണ്. നമുക്ക് ഇൻറ്റിജർ ആയിട്ട് നമുക്കവിടെ ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നത് ഇൻറ്റ് num1. അപ്പോൾ അവിടെ നമ്മൾ നോക്കിയാൽ അറിയാം ഇൻറ്റ് num1 എന്ന് പറയുന്നത് എന്തായിരിക്കും, അവിടെ ഒരു വാല്യൂ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു വേരിയബിൾ ആയിരിക്കാം. ആ വേരിയബിളിനകത്ത് നമുക്ക് വാല്യൂസ് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ഹിയർ num1 ഈസ് എ വേരിയബിൾ ഓഫ് ടൈപ്പ് ഇൻറ്റിജർ. അപ്പോൾ ഇൻറ്റിജർ ടൈപ്പിലുള്ള ഒരു വേരിയബിളാണ് അവിടെ num1 എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ക്യാരക്ടർ. ക്യാരക്ടറിന് നമ്മൾ CHAR ക്യാർ എന്ന് നമ്മൾ എഴുതാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു കീവേഡാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. Keyword char is used for declaring the variable of character type. It is used to store any single character. The size of char is 1 byte. ഒരു 1 byte ആണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ റിസർവ് ചെയ്തിരിക്കുന്നത്. Then the character data type consists of ASCII characters. Each character is given a specific value. അപ്പോൾ നമുക്ക് ഒരു ASCII എന്ന് പറയുന്നത് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. അപ്പോൾ ആ ഒരു ASCII ക്യാരക്ടേഴ്സാണ് സാധാരണ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഓരോന്നിനും ഓരോ വാല്യൂവും കാണും, ഒരു നമ്പർ അതിന് അല്ലെങ്കിൽ ഒരു കോഡ് അതിന് അസൈൻ ചെയ്തിരിക്കും. ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്നതിന് ക്യാപിറ്റൽ ലെറ്റർ എ ആണെങ്കിൽ 65 എന്നുള്ള നമ്പർ ആയിരിക്കും അതിന് അസൈൻ ചെയ്തിരിക്കുക. അപ്പോൾ ആ ASCII കോഡ്സ് ആയിരിക്കും നമ്മൾ ആക്ച്വലി അതിനകത്ത് വർക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുക. ഇനി എൻ്റെ ഒരു സിൻടാക്സ് ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ സിൻടാക്സിൽ ആദ്യം തന്നെ ക്യാർ വേരിയബിൾ നെയിം സെമിക്കോളൻ. അപ്പോൾ ആ ക്യാർ എന്ന് പറയുന്നത് കീവേഡും വേരിയബിൾ നെയിം നമുക്ക് ഇഷ്ടമുള്ള ഒരു പേരും അവിടെ കൊടുക്കാം. ഇനി തൊട്ടടുത്ത് തന്നെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ക്യാരക്ടർ വേരിയബിൾ 1 ഈസ് ഇക്വൽ ടു ഇ. അപ്പോൾ ആ ഇ എന്ന് പറയുന്നത് അതിനകത്ത് നമ്മൾ വാല്യൂ അസൈൻ ചെയ്തിരിക്കുകയാണ്, പക്ഷേ അതിന് സിംഗിൾ കോട്ട്സിലാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക. ഇ എന്ന് പറഞ്ഞിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഹിയർ വേരിയബിൾ 1 ഈസ് എ വേരിയബിൾ ഓഫ് ടൈപ്പ് ക്യാരക്ടർ വിച്ച് ഈസ് സ്റ്റോർഡ് എ ക്യാരക്ടർ ഇ. ദെൻ നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ഫ്ലോട്ടാണ്. അപ്പോൾ ആ ഫ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമുക്ക് റിയൽ വാല്യൂസ് അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് 2.3 അല്ലെങ്കിൽ 5.2 അല്ലെങ്കിൽ 6.32 അപ്പോൾ ഇങ്ങനെയുള്ള വാല്യൂസൊക്കെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലോട്ട് യൂസ് ചെയ്യുന്നത്. വേരിയബിൾസ് ഓഫ് ഫ്ലോട്ടിംഗ് ടൈപ്സ് ക്യാൻ ഹോൾഡ് റിയൽ വാല്യൂസ് സച്ച് ആസ് 2.34 -6.443 etc. Keywords either float or double is used for declaring floating point variables. അപ്പോൾ അത് വേറൊന്നുമല്ല, ഡബിൾ എന്ന് പറയുന്നത് ഫ്ലോട്ട് തന്നെയാണ്, പക്ഷേ അതിന് സൈസ് വ്യത്യാസം ഉണ്ടായിരിക്കും. അതായത് സൈസ് ഓഫ് ഫ്ലോട്ട് എന്ന് പറയുന്നത് 4 ബൈറ്റ്സും അതേപോലെ ഡബിൾ ആണെന്നുണ്ടെങ്കിൽ 8 ബൈറ്റ്സുമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് പ്രിസിഷൻ എന്ന് പറയുന്നത് 6 ഡിജിറ്റ്സ് ആണ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വേരിയബിൾസിന് നോർമലി കാണുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഫ്ലോട്ടല്ല ഡബിൾ ആണെങ്കിൽ 14 ഡിജിറ്റ്സ് വരെ അത് പ്രിസിഷൻ പെർമിറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു സിൻടാക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫ്ലോട്ട് വേരിയബിൾ നെയിം.
അപ്പോൾ ഫ്ലോട്ട് എന്ന് പറയുന്നത് ഒരു കീവേഡാണ്. ദെൻ വേരിയബിൾ നെയിം നമുക്ക് ഇഷ്ടമുള്ള ഒരു വേരിയബിൾ അവിടെ നമുക്ക് കൊടുക്കാം. അപ്പോൾ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഫ്ലോട്ട് num1 = അപ്പോൾ num1 എന്ന് പറയുന്നതാണ് ആ വേരിയബിൾ നെയിം. ദെൻ = 3.302. അപ്പോൾ ആ ഒരു വാല്യൂ ആണ് അതിലേക്ക് അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഹിയർ num1 ഈസ് ഫ്ലോട്ടിംഗ് ടൈപ്പ് വേരിയബിൾ. ഓക്കെ, ഇനിയാണ് ഓപ്പറേറ്റർ. വാട്ട് ഡു യു മീൻ ബൈ ആൻ ഓപ്പറേറ്റർ? വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റർ ഇൻ C ലാംഗ്വേജ്? ഓപ്പറേറ്റർ സാധാരണ നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ A+B എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എയും ബിയും നമുക്ക് ഓപ്പറൻസ് ആയിട്ട് പറയാം. ഈ പ്ലസ് എന്ന് പറയുന്നതാണ് അവിടുത്തെ ഓപ്പറേറ്റർ. അപ്പോൾ അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കൊന്ന് പോകാം. അപ്പോൾ ഇവിടെ an operator is a symbol that tells the processor to perform certain mathematical or logical manipulations. Operators are used in programs to manipulate data and variables. The data itself is called operand. നമ്മൾ ആദ്യമേ പറഞ്ഞു A+B ആണെന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്നത് ഓപ്പറൻറ്റ് ആയിരിക്കും, ബിയും ഓപ്പറൻറ്റ് തന്നെയാണ്, ആ പ്ലസ് എന്നുള്ളത് ഓപ്പറേറ്റർ ആയിരിക്കും. Then, to execute some mathematical or logical manipulations, processors use symbols. These symbols are known as operators. അപ്പോൾ ആ സിമ്പിൾസിനെയാണ് നോർമലി ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, വേരിയബിൾ 1 + വേരിയബിൾ 2. അതിനകത്ത് ആ ഒരു വേരിയബിൾസ് നമ്മൾ ഓപ്പറൻറ്റ് 1ഉം ഓപ്പറൻറ്റ് 2, വേരിയബിൾ 2നും ഓപ്പറൻറ്റ് 2 ആയിട്ട് പറയും. ഇൻ ബിറ്റ്വീൻ ഉള്ളതാണ് അവിടെ ഓപ്പറൻറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ C പ്രോഗ്രാമിങ്ങിൽ ഏകദേശം 45 ഡിഫറെൻറ്റ് ഓപ്പറേറ്റേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അത് ആ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മളൊരു മാത്തമാറ്റിക്കൽ സീരീസ് നമ്മൾ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനെയാണ് നമ്മൾ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. A+B × C/D എന്ന് പറയുന്നത് ഒരു എക്സ്പ്രഷനാണ്. അപ്പോൾ ആ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ആ സീരീസ്, അതിനെയാണ് എക്സ്പ്രഷൻ എന്ന് പറയുക. ഇനി ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ്. ഫസ്റ്റ് വൺ അരിത്തമെറ്റിക് ഓപ്പറേറ്റർ. അരിത്തമെറ്റിക് ഓപ്പറേറ്റർ generally include arithmetic operands. These include addition, subtraction, multiplication, division, then modulus means remainder. അപ്പോൾ ആ ഒരു സിമ്പിൾ ഒന്ന് നോട്ട് ചെയ്തോളാം. പ്ലസ്, മൈനസ്, സ്റ്റാർ, സ്ലാഷ്, പെർസെൻറ്റേജ് സിമ്പിളാണ് മോഡുലസ് ആയിട്ട് നമ്മൾ എടുക്കുക. മോഡുലസ് മീൻസ് ഇപ്പോൾ നമുക്ക് 10 മോഡുലസ് 5 ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ 10 ഡിവൈഡഡ് ബൈ 5, 5 2s are 10, റിമൈൻഡർ 0. അപ്പോൾ ആ 0 ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആ ഒരു മോഡുലസിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, each of these operators can work with int, float and character. For example, consider the expression n-mod 4. This gives the remainder when n is divided by 4. Then relational operator. Relational operator എന്ന് പറയുന്നതാണ് നമുക്കറിയാം ഈക്വൽ ടു. ഇപ്പോൾ ഇവിടെ ഈക്വൽ ടു രണ്ട് സിമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈക്വൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അസൈൻമെൻറ്റാണ്. രണ്ട് ഈക്വൽ ആണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി രണ്ടും അതാണോ, അപ്പോൾ A = 5, അതായത് എയുടെ വാല്യൂ 5 ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ദെൻ നോട്ട് ഈക്വൽ ടു, A ≠ 5, അപ്പോൾ എയുടെ വാല്യൂ 5 അല്ലല്ലോ എന്നുള്ളതാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. A ≠ 5 ആണെങ്കിൽ ആ ഒരു കണ്ടീഷനാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. ദെൻ A > B, അതേപോലെ A < B, അതേപോലെ തന്നെ <= > ആ സിമ്പിൾസും അവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ദെൻ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ലോജിക്കൽ മീൻസ് അതാണ് നമുക്ക് either ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും അതിൻ്റെ റിസൾട്ട് വരിക. അപ്പോൾ ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റുന്ന കുറച്ച് ഓപ്പറേഷൻസാണ് ആൻഡ് മീൻസ് ലോജിക്കൽ ആൻഡ് ആണ്. 2 ആംപർസെൻറ്റ് സിമ്പിളാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ദെൻ ഓർ, ലോജിക്കൽ ഓർ, ദെൻ ലോജിക്കൽ നോട്ട്. ഇത്രയും കാര്യങ്ങളാണ് ആ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിൽ വരുന്നത്.
അപ്പോൾ അതിനകത്ത് ആ ഒരു ഓപ്പറേഷൻ നമുക്കവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ലെറ്റസ് അസ്യൂം വേരിയബിൾ എ ഹോൾഡ്സ് 1 ആൻഡ് ബി ഹോൾഡ്സ് 0. അപ്പോൾ എ എന്ന് പറയുന്നത് 1ഉം ബി എന്ന് പറയുന്നത് 0യുമാണ്. അങ്ങനെയാണെങ്കിൽ എ ആൻഡ് ബി, അപ്പോൾ എ ആൻഡ് ബി ആക്ച്വലി അവിടെ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ റിസൾട്ട് ഫോൾസ് ആണ്. ഫോൾസ് മീൻസ് അതിൻ്റെ വാല്യൂ 0 ആണ്. ഞാൻ എ ഓർ ബി ആണെന്നുണ്ടെങ്കിൽ ട്രൂ ആയിട്ടാണ് വാല്യൂ വരിക. ദെൻ നോട്ട് ഈക്വൽ ടു എ ആൻഡ് ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ ട്രൂ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ എക്സാമ്പിൾ എ ആൻഡ് ബി ആണ്. എ ആൻഡ് ബി മീൻസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ അതിനകത്ത് 1 × 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ് വരുന്നത്, മീൻസ് ഫോൾസ് ആണ്. ദെൻ എ ഓർ ബി ആണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ പ്ലസ് ആണ്. എ പ്ലസ് 1 + 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മീൻസ് ട്രൂ. ദെൻ നോട്ട് ഈക്വൽ ടു എ ആൻഡ് ബി, അപ്പോൾ അതിൻ്റെ റിവേഴ്സ് ഫോൾസ് ആയിരുന്നു ആദ്യം നമുക്ക് കിട്ടിയത്, അതിൻ്റെ ഓപ്പോസിറ്റ് ട്രൂ. ദെൻ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ ബിറ്റ് വൈസ് ആണെങ്കിൽ ബിറ്റ് ബൈ ബിറ്റ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന സാധാരണ രീതിയിൽ ബിറ്റ് ബൈ ബിറ്റ് ആയിട്ടാണ്. ഇവിടെ നമുക്ക് ആ ഓപ്പറേഷൻ തന്നെയാണ് പെർഫോം ചെയ്യുന്നത്. then ആംപർസൻഡ് സിമ്പിൾ ആണെങ്കിൽ ബിറ്റ് വൈസ് ആൻഡ്, ദെൻ ഓർ, ദെൻ ഇൻവേർട്ട് എന്ന് പറയുന്ന ഒരു സിമ്പിളാണ് ബിറ്റ് വൈസ് എക്സ്ക്ലൂസീവ് ഓറിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ഷിഫ്റ്റ് ലെഫ്റ്റ്, ഷിഫ്റ്റ് റൈറ്റിലേക്ക് 2 ബിറ്റ് അല്ലെങ്കിൽ ആ ഒരു എണ്ണം നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ അത്രയും ടൈം അത് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത് 1 ബിറ്റ് ആണ് ഇൻഫർമേഷൻ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 1 ബിറ്റ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ദെൻ ഈ ഒരു സിമ്പിളാണെങ്കിൽ 1 ബിറ്റ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ദെൻ ബിറ്റ് വൈസ് ആൻഡ്, അതും നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ആൻഡ് ഓപ്പറേഷൻ മീൻസ് ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ ബിറ്റ് 1-നകത്ത് നമുക്ക് നോക്കിയാൽ അറിയാം 0 ആണ്. ബിറ്റ് 2-ൽ 0 × 0 അങ്ങനെയാണെങ്കിൽ റിസൾട്ട് 0. 0 × 1 അങ്ങനെയാണെങ്കിൽ റിസൾട്ട് 0. 1 × 0 അങ്ങനെയാണെങ്കിൽ 0. 1 × 1 അങ്ങനെയാണെങ്കിൽ 1. അങ്ങനെയാണ് ആ റിസൾട്ട് വരുന്നത്. ഇനി അവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. x = 5. x = 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 8421 കോഡ് വെച്ചിട്ട് നമ്മൾ എഴുതുകയാണെങ്കിൽ ഇവിടെ 4 and 1 അവിടെ രണ്ടും 0 കൊടുക്കാം, ഇവിടെ 1 കൊടുക്കാം, ഇവിടെ രണ്ടും 0 കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ 0 1 0 1 ആയിരിക്കും ആ 5-നെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതേപോലെ ഓരോ വാല്യൂസും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യും. ഇവിടെ ടോട്ടൽ 8 ബിറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അവിടെ ആ ഒരു 0 0 0 0 1 0 1 ടോട്ടൽ 8 ബിറ്റ്സ്. ഇനി y = 9 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 8421 കോഡ് എടുക്കുക. 8421 കോഡിൽ നമ്മൾ നോക്കുന്ന ഉടനെ 9 കിട്ടണമെന്നുണ്ടെങ്കിൽ 8ഉം 1 ആകണം, 1ഉം 1 ആകണം. 1 0 0 1 അപ്പോൾ അതിൻ്റെ വാല്യൂ 9. അപ്പോൾ അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ബിറ്റ് വൈസ് ഓറാണ്. ബിറ്റ് വൈസ് ഓറും നമ്മൾ ഈ ചെയ്ത പോലെ തന്നെയാണ്. ജസ്റ്റ് അതിൻ്റെ വാല്യൂസ് എടുക്കുക. നേരത്തെ ചെയ്തതിന് മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്തതെങ്കിൽ ഇവിടെ നമ്മൾ അഡീഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ബിറ്റ് 1 ഉണ്ട്, അതേപോലെ തന്നെ ബിറ്റ് 2 ഉണ്ട്. അപ്പോൾ ആദ്യത്തെ വാല്യൂ നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് 0 and 0. 0 + 0 0. ദെൻ 0 + 1 1. 1 + 0 1. 1 + 1 1 എന്ന് പറയുന്ന റിസൾട്ടായിരിക്കും നമുക്കവിടെ കിട്ടുക. അപ്പോൾ ഇതാണ് ആ ബിറ്റ് വൈസ് ഓർ എന്ന് പറയുക. ഇത് പ്രകാരമാണ് ഇനിയുള്ള വാല്യൂസ് എല്ലാം അവിടെ ആഡ് ചെയ്യുന്നത്. ഇവിടെ x = 5, y = 9. x or y നമ്മൾ നേരത്തെ ചെയ്ത അതേ എക്സാമ്പിൾ തന്നെയാണ് എടുത്തത്. ഇനി x or y 1 or 1 അങ്ങനെ ബിറ്റ് ബൈ ബിറ്റായിട്ട് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യുക. നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 0 0 0 1 1 0 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 13 എന്നുള്ള വാല്യൂ ആണ് അവിടെ നമുക്ക് കിട്ടുക. ദെൻ ബിറ്റ് വൈസ് എക്സ്ക്ലൂസീവ് ഓർ XOR. എക്സ്ക്ലൂസീവ് ഓറിനെയാണ് നമ്മൾ XOR എന്ന് പറയുക. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ അഡീഷൻ തന്നെയാണ് ചെയ്യുന്നത്, പക്ഷേ ലാസ്റ്റ് ആ ഒരു ബിറ്റ് മാത്രമേ ഉള്ളൂ നമുക്ക് ചെക്ക് ചെയ്യാൻ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ബാക്കിയെല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ 0 ആണ് വരുന്നത്. നേരത്തെ ഉള്ള എക്സാമ്പിളിൽ നമുക്ക് അറിയാം അവിടെ 1 ആണ് വന്നത്, പക്ഷേ ഇവിടെ 0 ആയിരിക്കും വരിക. അതാണ് അതിനകത്തുള്ളൊരു ഡിഫറൻസ്.
പിന്നീട് നമുക്ക് ആ എക്സാമ്പിൾ അതേപോലെ തന്നെ വർക്ക് ചെയ്ത് നോക്കാം. 1+1, അതായത് 1 XOR 1 എന്ന് പറയുന്നത് 0 ആണ്. 0 XOR 0 എന്ന് പറയുന്നത് 0 ആണ്. 1 XOR 0 1, 0 XOR 1 എന്ന് പറയുന്നത് 1 ആണ്. ടോട്ടൽ വാല്യൂ നമുക്ക് 8421 കോഡ് വെച്ചിട്ട് തന്നെ ചെക്ക് ചെയ്യാൻ നോക്കാം. ഇവിടെ ആദ്യത്തെ 4 ഡിജിറ്റ് 0 തന്നെയാണ്, അതുകൊണ്ട് 0 തന്നെ റെപ്രസെൻറ്റ് ചെയ്യാം. പിന്നീട് വരുന്നതാണ് 1100. ഇപ്പോൾ 8421 കോഡാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് 8 എടുക്കണം, 4ഉം നമുക്ക് കൺസിഡർ ചെയ്യണം. ഇത് രണ്ടും കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ 8+4 എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ ആ 12 ആണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ബിറ്റ് വൈസ് ലെഫ്റ്റ് ഷിഫ്റ്റ്. ഇവിടെ നമുക്കൊരു വാല്യൂ കൊടുത്തിട്ടുണ്ട്, x = 13. അപ്പോൾ 13 നമുക്കറിയാം 0 0 0 0 1 1 0 1 ആണ്. അപ്പോൾ ആ വാല്യൂവിനെ നമുക്ക് ലെഫ്റ്റ് ബിറ്റ്, അതായത് 1 ബിറ്റ് ലെഫ്റ്റിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഷിഫ്റ്റഡ് ലെഫ്റ്റ് ബൈ 6 അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് x ലെഫ്റ്റ് ഷിഫ്റ്റ് ബൈ 6 ബിറ്റ്സ്. അപ്പോൾ 6 ബിറ്റ്സ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 0 0 0 0 1 1 0 1. അപ്പോൾ ഈ ഒരു 1 എന്ന് പറയുന്ന ബിറ്റിനെ നമ്മൾ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അതായത് 6 ടൈംസ് 1 2 3 4 5 6 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1 നമ്മൾ ഈ ഒരു പൊസിഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. 6 പൊസിഷൻസ് 1 2 3 4 5 6 ബിറ്റ്സ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ റിമൈനിങ് വാല്യൂസ് എല്ലാം 0 ആയിക്കോളും. ഇത് 1 ആണ്. 0 1 0 0 0 0 0 0. അപ്പോൾ അങ്ങനെയാണ് ആ വാല്യൂ നമുക്കവിടെ കിട്ടുക. ഓക്കെ, ഇവിടെ നമുക്ക് ബിറ്റ് വൈസ് റൈറ്റ് ഷിഫ്റ്റ് ആണ്. ടു ഷിഫ്റ്റ് ദ ബിറ്റ്സ് റൈറ്റ് ദിസ് ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ്. ഇറ്റ് ഓൾസോ യൂസസ് ദ 2 ഓപ്പറേറ്റ്സ്. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെയാണ് ഇവിടെ നമ്മൾ 1101 എന്ന് പറയുന്ന ആ ബിറ്റ് 0101 എന്ന് പറയുന്ന ആ ഒരു ബിറ്റിന് ജസ്റ്റ് റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ആ ഒരു പ്രോസസ്സാണ് അവിടെ ചെയ്യുന്നത്. ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നതും അത് തന്നെയാണ്. x = 213. പിന്നീട് അതിന് x റൈറ്റ് ഷിഫ്റ്റ് ടു 4 ബിറ്റ്സ്, അതായത് 4 ബിറ്റ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് ആ റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ആ വാല്യൂ ആയിരിക്കും നമുക്കവിടെ ഔട്ട്പുട്ടായിട്ട് കിട്ടുക. ദെൻ നെക്സ്റ്റ് വൺ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. അസൈൻമെൻറ്റ് മീൻസ് ജസ്റ്റ് ആ വാല്യൂസിനെ നമുക്ക് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം x = 10. അപ്പോൾ 10 എന്നുള്ള വാല്യൂ എക്സിലേക്ക് അസൈൻ ആവുകയാണ്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വേരിയബിൾ = എക്സ്പ്രഷൻ. എക്സ്പ്രഷൻ എന്താണോ അത് ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ആക്കും. ബേസിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ is used to assign the value of an expression to a variable as below. C = a + b. അപ്പോൾ ഇവിടെ a + b എന്ന് പറയുന്ന ആ വാല്യൂവിൻ്റെ സം കാണും. പിന്നീട് ആ സമ്മിനെ c എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്തു. Then the assignment operator takes various forms. These include equal to, assigns the RHS to the LHS. Then plus equal to. അപ്പോൾ നമുക്കറിയാം plus equal to assigns the sum. ആ സമ്മിനെയാണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അസൈൻ ചെയ്യുന്നത്. ഇപ്പോൾ C+ = a എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ C = C + a എന്നുള്ളതാണ്. അതേപോലെ -= നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യും. -= ഫോർ എക്സാമ്പിൾ സെയിം C- എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ഈക്വലൈൻ ടു C = C - a. അപ്പോൾ അതാണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതേപോലെ /= മീൻസ് ഡിവിഷനാണ് അത് ചെയ്യുന്നത്. C/= a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C = C / a. Similarly, *= means C** a is equivalent to C = C** a. ആ ഒരു മെത്തേഡിൽ നമുക്കവിടെ റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു ഡിഫറെൻറ്റ് ഫോംസിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇവിടെ അതേപോലെ റൈറ്റ് ഷിഫ്റ്റും നമുക്കതേപോലെ തന്നെ ചെയ്യാം.
C right shift is equal to 2. That is equal to C is equal to C right shift 2. Similarly, left shift C equal to C left shift 2. Then ampersand is equal to bitwise and അപ്പോൾ അതിന് C ampersand is equal to 2 എന്ന് പറയുന്നത് equivalent to C is equal to C ampersand 2. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. ഇനി ഡിഫറെൻറ്റ് എക്സ്പ്രഷൻസ് ആണ്. അതിനകത്ത് ആദ്യം വരുന്നതാണ് അരിത്തമെറ്റിക് എക്സ്പ്രഷൻ. പ്യുവർ ഇൻറ്റിജർ എക്സ്പ്രഷനാണ് അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആർ യൂസ്ഡ് ടു ക്രിയേറ്റ് ആൻ അരിത്തമെറ്റിക് എക്സ്പ്രഷൻ. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് നമുക്കറിയാം പ്ലസ് മൈനസ് എക്സെട്ര. അതാണ് ആ ഒരു എക്സ്പ്രഷനായിട്ട് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഗീവ്സ് ദ ഔട്ട്പുട്ട് കണ്ടെയ്ൻസ് ദി ഇൻറ്റ്, ഫ്ലോട്ട് ആൻഡ് ഡബിൾ ടൈപ്പ് വാല്യൂ. ഇൻറ്റിജർ ആകാം, ഫ്ലോട്ടിംഗ് ടൈപ്പ് ആകാം, അല്ലെങ്കിൽ ഡബിൾ ടൈപ്പ് ആകാം. ഡബിളും ഫ്ലോട്ട് തന്നെയാണ്, പക്ഷേ അതിൻ്റെ സൈസ് 8 bytes ആണ്. Then a pure integer expression is an expression which has only integral operands, and an expression which has only real operands is known as pure real expression. നമുക്ക് ഇൻറ്റിജർ എക്സ്പ്രഷൻ ഉണ്ട്, അതേപോലെ തന്നെ റിയൽ എക്സ്പ്രഷൻ ഉണ്ട്. Then to control the associativity, parentheses are used. നമുക്ക് അതെങ്ങനെ പ്രോസസ്സ് ചെയ്യണം എന്നുള്ളത് അതിന് നമുക്ക് ബ്രാക്കറ്റുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് മെൻഷൻ ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ദാറ്റ് വിച്ച് ഓപ്പറേറ്റേഴ്സ് ആർ കാൽക്കുലേറ്റഡ് ഫസ്റ്റ്. ഏത് ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഏത് ഓപ്പറേഷനാണ് നമുക്ക് പെർഫോം ചെയ്യേണ്ടതെന്നുള്ളത് ആ ബ്രാക്കറ്റ് വെച്ച് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ ഇനി വരുന്ന എക്സാമ്പിൾ നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം. Expressions which are written inside the parenthesis is calculated first. If expression has a nested parenthesis, then innermost parenthesis inside the parenthesis, അതാണ് innermost എന്നുള്ളത്, it will execute first. Then relational expression മെയിൻലി നമ്മൾ കമ്പാരിസന് വേണ്ടിയിട്ടാണത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് two different types of data values cannot be compared in the relational expression. For example, an int value cannot compare with char. അപ്പോൾ അതിനകത്ത് ആ ഒരു ഡേറ്റ ടൈപ്പ് കൂടി അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് സിമിലർ ആയിട്ടുള്ള ഡേറ്റ ടൈപ്പ് മാത്രമേ അവിടെ കമ്പാരിസന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. Then logical expression. To take decision in complex test condition, logical expression is used. It also gives a true and false, means 0 and non-zero value. For example, x greater than 2 and x modulus 2 equal to 0. This expression checks two things. First one is operand x is greater than 2. First case operand x എന്ന് പറയുന്നത് greater than 2 ആണോ എന്ന് ചെക്ക് ചെയ്യണം. Then second condition, x mod 2 equal to 0. That is x is even ആണോ എന്ന് ചെക്ക് ചെയ്യുകയാണ്. മീൻസ് എക്സ് മോഡ് 2 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 0 വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഈവൻ ആയിരിക്കും. ആ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ആണെങ്കിൽ മാത്രമേ അത് അതിൻ്റെ ഔട്ട്പുട്ട് 1 ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. Then conditional expression. A conditional expression is written as, നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, ടെർണറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ട് എക്സ്പ്രഷൻ 1 ആണോ എന്ന് ചെക്ക് ചെയ്യും. അത് ട്രൂ ആണെങ്കിൽ എക്സ്പ്രഷൻ 2 എക്സിക്യൂട്ട് ആകും, അതല്ല എന്നുണ്ടെങ്കിൽ എക്സ്പ്രഷൻ 3 എക്സിക്യൂട്ട് ആകും. വേർ എക്സ്പ്രഷൻ 1 ഈസ് എ കണ്ടീഷൻ. അപ്പോൾ ആ കണ്ടീഷൻ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സ് ലെസ് ദാൻ 5 എന്നൊരു കണ്ടീഷനാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രൂ ആയിട്ടുള്ള എക്സിക്യൂട്ട് ആകും, അതല്ല എന്നുണ്ടെങ്കിൽ ഫോൾസ് ആയിട്ടുള്ള എക്സിക്യൂട്ട് ആകും. The value of expression 1 is responsible for the final value of this condition expression. If the value of conditional expression is true, expression 1 is true, then expression 2 is executed. Else expression 3 will be executed. ഇത്ര മതിയാകുന്നതിനകത്ത് പിന്നീട് ഒരു സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, കോമ, സൈസ് ഓഫ് ടെർണറി. കോമ ഓപ്പറേറ്റർ സ്പെഷ്യൽ ഓപ്പറേറ്ററാണ്. അപ്പോൾ നമുക്ക് വാല്യൂസ് അസൈൻ ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് കോമ ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. വാല്യൂ ഈസിക്കൽ ടു എക്സ് ഈസിക്കൽ ടു 10, കോമ വൈ ഈസിക്കൽ ടു 5, എക്സ് പ്ലസ് 1. ഫസ്റ്റ് അസൈൻസ് ദ വാല്യൂ 10 to x, then assigns 5 to y, and finally assigns 15, that is x plus y
ദാറ്റ് ഈസ് 10 + 5 ടു വാല്യൂ. അപ്പോൾ ആ വാല്യൂ ആയിരിക്കും അവിടെ അസൈൻ ചെയ്യുക. സിൻസ് comma operator has the lowest precedence of all operators, the parentheses are necessary. അപ്പോൾ ഓപ്പറേറ്റർ പ്രസിഡൻസ് നമുക്ക് ഇനി വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയി സ്റ്റഡി ചെയ്യാം. ദെൻ സൈസ് ഓഫ് ഓപ്പറേറ്റർ, ഇറ്റ്സ് എ കമ്പൈൽ ടൈം ഓപ്പറേറ്റർ. വെൻ യൂസ്ഡ് with an operand, it returns the number of bytes the operand occupies. നമുക്കൊരു ഓപ്പറൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ സൈസ് അറിയണമെന്നുണ്ടെങ്കിൽ സൈസസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. The operand may be a variable, a constant or a data type codifier. M is equal to size of sum. അപ്പോൾ സം എന്ന് പറയുന്നതിൻ്റെ സൈസ് എന്നിലേക്ക് അസൈൻ ചെയ്യുക. n is equal to size of long int. അപ്പോൾ ലോങ് ഇൻറ്റിൻ്റെ സൈസ് എത്രയാണെന്നുള്ളത് അവിടെ ഡിസ്പ്ലേ ആകും. എന്നിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം. ആ n പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവിടെ ഡിസ്പ്ലേ ആകും. ദെൻ k is equal to size of 235 m. അതിൻ്റെ സൈസ് കെയിലേക്ക് സ്റ്റോർ ചെയ്യും. The size of operator is normally used to determine the length of arrays and structures when their sizes are not known to the program. നമുക്ക് റൺ ടൈമിൽ ചിലപ്പം ചില കേസുകളൊക്കെ എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. ആ ടൈമിൽ പ്രോഗ്രാമിന് ചിലപ്പോൾ അറിയാൻ പറ്റില്ല അതിൻ്റെ സൈസ് എത്രയായിരിക്കും. അപ്പോൾ ആ സൈസിനെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ സൈസ് ഓഫ് ഓപ്പറേറ്റർ യൂസ് ചെയ്യും. ദെൻ ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ടു അലോക്കേറ്റ് മെമ്മറി സ്പേസ് ഡൈനാമിക്കലി ടു വേരിയബിൾസ് ഡ്യൂറിങ് എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം. റൺ ടൈം, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. റൺ ടൈം ഡൈനാമിക്കലി നമുക്ക് വാല്യൂസ് അലോട്ട് ചെയ്യാൻ വേണ്ടി. അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അൺസൈൻഡ് ഇൻറ്റ് ഐ. അപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്കറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സൈസ് ഓഫ് ഓപ്പറേറ്റർ യൂസ് ചെയ്താൽ മതി. ഐ ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് എക്സ്. എക്സിൻ്റെ സൈസാണ് നമ്മളിവിടെ ഐയിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. പിന്നീട് അത് പ്രിൻറ്റ് ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. ദ വാല്യൂ ഓഫ് ഐ ഈസ് 4. അപ്പോൾ അതിൻ്റെ വാല്യൂ അൺസൈൻഡ് 4 ബൈറ്റ്സ് ആണെന്നുള്ളതാണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ടെർണറി ഓപ്പറേറ്റർ. ടെർണറി ഓപ്പറേറ്റർ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അതേപോലെ തന്നെയാണ് 3 ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാകും, അല്ലെങ്കിൽ 3 എക്സ്പ്രഷൻസ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. എക്സ്പ്രഷൻ 1 ചെക്ക് ചെയ്യുന്നു, അത് ട്രൂ ആണെങ്കിൽ എക്സ്പ്രഷൻ 2, ദെൻ ഫോൾസ് ആണെങ്കിൽ എക്സ്പ്രഷൻ 3. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Expression 1 is condition, expression 2 is statement followed if condition is true, expression 3 is statement followed if condition is false. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആക്ഷൻ ലോഡ് stdio.h മെയിൻ വോയിഡ് മെയിൻ ആണ്. ഇൻറ്റ് a, b. a is equal to 10. എയുടെ വാല്യൂ 10 ആയിട്ട് നമ്മൾ അസൈൻ ചെയ്യും. ദെൻ പ്രിൻ്റ് ഓഫ് വാല്യൂ ഓഫ് b is %d, /n. Then comma a equal to 1. ഫസ്റ്റ് കണ്ടീഷൻ അതാണ് ചെക്ക് ചെയ്യുന്നത്. a equal to 1 ആണോ എന്നുള്ളതാണ് നോക്കുന്നത്. a equal to 1 ആണോ ഇവിടെ എയുടെ വാല്യൂ 10 ആണ് നമ്മൾ അസ്യൂം ചെയ്തത്. അപ്പോൾ റിസൾട്ട് എന്തായാലും ഫോൾസ് ആയിരിക്കും വരിക. അപ്പോൾ അങ്ങനെ ഫോൾസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അറിയാം അതിൻ്റെ സെക്കൻഡ് പാർട്ട്, അതായത് 30 എന്നുള്ള വാല്യൂ ആണ് അവിടെ നമുക്ക് റീഡ് ചെയ്ത് വരിക. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും വാല്യൂ ഓഫ് ബി ഈസ് 30 എന്ന് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ പ്രിൻ്റ് ഓഫ് വാല്യൂ ഓഫ് ബി ഈസ് %d /n, a is equal to 10. അഗെയിൻ a is equal to 10 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് അവിടെ. അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ a equal to 10 ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത് ട്രൂ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ, അതായത് 40 അവിടെ പ്രിൻ്റ് ആണ്. ഇത്രയാണ് ആ ഒരു എക്സിക്യൂഷൻ. ഓക്കെ, ബാലൻസ്